ഉമ്മീസ് കുക്കിംഗ് ഡെൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ, 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് തൈര്, 1/4 കപ്പ് പാല്, ഇനി 2 കോഴിമുട്ട, 3 സ്പൂണ് വലിയ സ്പൂണിന് സൺഫ്ലവർ ഓയിൽ, നമുക്ക് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ഇനി 1/2 സ്പൂണ് നമുക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് മിക്സിയിൽ നല്ല അടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിൽ ചേരുവകളൊക്കെ അടിച്ചെടുത്തു. ഇനി നമുക്കൊരു 2 സ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കേക്കിനുള്ള എല്ലാ ചേരുവകളും മിക്സിയിൽ അടിച്ചെടുത്തു. അതാ അങ്ങനെ ഇത്ര കട്ടിക്കാവണം. കേക്ക് തയ്യാറാക്കാൻ പോകാം. നമ്മളെ കേക്ക് പാത്രത്തിൽ നമുക്ക് നെയ്യ് നല്ല തട്ടി കൊടുക്കാം. സൈഡിൽ കൂടി ഒക്കെ നല്ലോണം ഇതിലൊരു ഓയിൽ പേപ്പർ വെച്ച് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യൊക്കെ നല്ല പുരട്ടി കൊടുക്കാം. സൈഡിൽ കൂടെ ഒക്കെ നല്ല പുരട്ടി കൊടുക്കണം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാതും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടും. ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുന്നുണ്ടും. അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുന്നുണ്ടും. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും. നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്ത് വറുത്തതാണ്. സൈഡിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റീം ചെയ്യാൻ വെച്ച് കൊടുക്കാം. നമുക്കൊരു അലുമിനിയ പാത്രം വെച്ചിട്ടുള്ളത്. ഇത് ചൂടായിട്ടുണ്ട്. കുറച്ച് സമയം വെച്ചിട്ട് ഞെൽക്ക് ഒരു വട്ടത്തിൽ നമ്മൾ തരുമല്ലേ അത് വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നമ്മളത് റെഡിയാവും. അടച്ച് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തയ്യാറാക്കാൻ. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെ കേക്കൊക്കെ തയ്യാറായി. നമുക്ക് ചൂട് പോയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. നമ്മൾ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടും. നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടില്ല കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.